العالم على العابد كفضلي على أدناكم صدق رسول الله صلى الله عليه وسلم. جررت بأيام البطالة لاهيا كأنك لم تكتب عليك ذنوب أمليت كتاب الشمال سفاهة بكثرة ما تأتي ولست تتوب ومهما يغب عنك الحمام لمدة ستبلغه حتما وأنت كئيب فقل إذا وافى على غير وهبة بأي جواب إذا دعيت تجيب إلى محمد سيدنا محمد. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, നേതാക്കളെ, മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്‌ലിസ് അല്ലാഹു നമ്മളൊക്കെ ഒന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഇതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ മജ്‌ലിസിലേക്ക് വന്നെത്തിയ എല്ലാ ഓരോരുത്തരുടെയും ഹലായ മുറാദുകൾ, ഉദ്ദേശങ്ങൾ അല്ലാഹു വീടിത്തരുമാറാകട്ടെ. എല്ലാ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികമായ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും സ്നേഹിതന്മാർക്കും വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത്, ബലാ, മുസീബാത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനികളെ, ഈ സന്ദർഭം നിങ്ങളെൻ്റെ വെക്കുന്ന ദീർഘമായ ഒരു ഉപദേശം, പ്രസംഗം പ്രതീക്ഷിക്കണ്ട. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവർക്കും മനസ്സിനെ റാഹത്താക്കുന്ന, സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ശൈഖുന പേരോട് ഉസ്താദ് അടുത്ത സമയത്ത് ഇവിടെ എത്തും. നല്ല സാരവത്തായ ഉപദേശം ഇവിടെ അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സദസ്സിൽ വന്നെത്തിയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ കൽബിലേക്ക് അല്ലാഹു അവൻ്റെ ഇൽമാകുന്ന നൂറാനിയത്തിനെ എല്ലാവരുടെ കൽബിനെ കടത്തി അല്ലാഹു എല്ലാവരുടെ കൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്നിവിടെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു നേതൃത്വമായിരുന്ന താജുൽ ഫുഖാഹ് ബേക്കൽ ഉസ്താദ് നവ്വറല്ലാഹു ഖബറഹു, അദ്ദേഹം ത്തിൻ്റെ 4ാമത്തെ ആണ്ടാണ്. നാലാണ്ട് കഴിഞ്ഞു. അയാളുടെ കാലത്തിൽ ജീവിച്ചവർക്കെല്ലാം ഇന്നുള്ളവർക്ക് 4 വർഷം കൂടി. നമ്മളെപ്പോഴാണ് സഹോദരന്മാരെ ഇവിടുന്ന് പിരിയുന്നത്, ഈ ദുനിയാവിൽ നിന്നിട്ടൊന്നും നമുക്ക് ആർക്കും അറിവ് കിട്ടിയിട്ടില്ല. അത് അങ്ങനെയുള്ളതായിരിക്കുന്ന അറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ വക്കന്ന് കിട്ടുന്നത് അത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മുഖറബീങ്ങളായ ആൾക്കാർക്ക് അല്ലാഹു ചിലപ്പോൾ അറിയിച്ചു കൊടുത്തെന്ന് വരാം. അതല്ലാതെ സാധാരണക്കാർ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കെല്ലാം അത് മുൻകൂട്ടിയായിട്ട് അറിഞ്ഞുകൊള്ളുന്നില്ല. ഏതായാലും പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും വലിയ നേതൃത്വമായിരുന്ന ലക്ഷക്കണക്കിലുള്ള ആലിമീങ്ങളെയും ഉസ്താദന്മാരെയും എല്ലാം വാർത്തെടുത്ത നമ്മുടെ എല്ലാവർക്കും പരിചയപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അഅലല്ലാഹു ദറജതഹു ഫിൽ ജന്ന, അവർ ഇവിടെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അവരെ ആർക്കും നമ്മുടെ കർണാടകത്തിൽ ആർക്കും ഇവിടെ മറക്കാൻ സാധ്യമല്ല. അവരുടെ നേതൃത്വവും അവർക്കുള്ള ഇൽമും അവർക്കുള്ള തഖ്വയും അവർക്കുള്ള ഇബാദത്തും എല്ലാവരും അറിഞ്ഞതും മനസ്സിലാക്കിയതാണ്. അത് നമ്മുടെ ദീനിലേക്ക് അദ്ദേഹത്തിൻ്റെ നമ്മളുമായിട്ടുള്ള ഈ വിട്ടുപിരിയൽ അതൊരു എല്ലാവർക്കും ഒരു വേദനയാക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതിൻ്റെ സങ്കടം ഇപ്പോഴും തീർന്നിട്ടില്ല. ഏത് സദസ്സിൽ പോയാലും ബഹുമാനപ്പെട്ടവരെ ഓർമ്മ വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ശൈഖുന മഞ്ഞനാടി ഉസ്താദ് നവൂർ അല്ലാഹു ഖബറോ, അവരുടെ ദർജ അല്ലാഹു ഉയർത്തട്ടെ. അവരെയും ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നാട്ടുകാർക്ക് ആർക്കും വരെ മറക്കാൻ കഴിയാത്തതാണ്. താജുൽ ഫുഖഹ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും, എല്ലാ പണ്ഡിതന്മാർക്കും, ഉമറാക്കൾക്കും നേതാക്കൾക്കും എല്ലാവർക്കും അറിയപ്പെട്ട ഒരാളാണ്. ഒരു ഉൾനാട്ടിനകത്ത് ജനിച്ച് ഇവിടെ പിന്നെ വളർന്ന് പിന്നെ ദർസിൽ 10-12 കൊല്ലം പഠിച്ച് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ മുദരിസായി 40 ചില്ലാനം കൊല്ലം ദർസ് നടത്തി പഠിച്ചവനെ ജീവിതത്തിൻ്റെ അധിക ഭാഗവും ഇൽമിലായിട്ട് ഇവർ ചെലവ് ചെയ്തവർ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ. അവർക്ക് ഇത്രയും വലിയ ദർജയും ഇത്രയും വലിയ സ്ഥാനവും എത്തിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതം തന്നെ ഇൽമായിരുന്നു. അയാൾ വലിയ സ്വത്തൊന്നും ആക്കിയ നമുക്ക് അനുഭവമില്ല. പിന്നെ അയാൾ സ്വത്തായിട്ടുള്ളത് അയാൾ ഒഴിച്ചിട്ട് പോയി ധരിക്കുന്ന മക്കൾ, നല്ല ധരിക്കുന്ന, നേരത്തെ മരിക്കുന്നതിന് മുമ്പ് 2 ദിവസത്തിന് മുമ്പ് വന്നപ്പോൾ സംസാരിച്ചു, എൻ്റെ മക്കൾ പിന്നെ ഞാനെന്ത് മൊയിലാക്കന്മാരൊന്നും ആക്കിയിട്ടില്ലെങ്കിലും പക്ഷേ ദീനിനെ സംബന്ധിച്ച് അല്പം സ്വല്പം എല്ലാം അറിയുന്ന മക്കളാണ്, ഒട്ടാശയുള്ളവരെ കൂട്ടരല്ല എന്നൊക്കെ ഞങ്ങളോട് പറയും. കുറേ ആൾക്കാരിരിക്കുമ്പോൾ പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരന്മാരെ, എന്നിട്ട് നേരത്തെ നമ്മുടെ കേസരോട് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വലിയതായിരിക്കുന്ന ഒരു കിതാബിൻ്റെ ശേഖരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ കിതാബുകൾ ഏതെല്ലാം നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്, സ്വന്തം അയാൾ നേരിട്ട് കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ നിന്ന് വരുത്തിച്ചതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഇൽമും കിതാബ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അപ്പുറത്തെ ഒരു ലദ്ദത്തൊരു സുഖാദമുള്ള വേറെ വിഷയമില്ല. കാരണം ഞാനും മുമ്പരായിട്ട് കുറേ കാലം കൂടിക്കലർന്ന് ജീവിച്ച ആൾക്കാരാണ്. ഞങ്ങളുടെ കർണാടക ജംഇയ്യത്തുൽ ഉലമാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം ഒരു സദസ്സിൽ കൂടുന്ന സമയത്തിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ മർഹൂം മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് ഉണ്ടായിരുന്നു. നവ്വറ അല്ലാഹു ഖബറോ. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്. ഇതുപോലെ ഞങ്ങളെല്ലാം കൂടി ഒരു മജ്‌ലിസിൽ കൂടുമ്പോൾ വലിയ ചേരും അന്തസ്സെല്ലാം ഉണ്ടായിരുന്നു. നല്ല ചർച്ചകളും നല്ല തീർമാനങ്ങളൊക്കെയും അവിടെ നടക്കലുണ്ടായിരുന്നു. ഇത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന താജുൽ ഉലമയും ബേക്കൽ ഉസ്താദും മഞ്ഞനാടി ഉസ്താദിനെ പോലെയുള്ള ആൾക്കാരെല്ലാം ഇവിടുന്ന് പോയിട്ടാകുമ്പോൾ ദീനിലേക്ക് ഒരു പൊട്ടുകൾ ബാധിച്ചിട്ടുണ്ട്. അതിനെ വിടർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊരു പൊട്ട് തന്നെയാണ്. ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുൽ അസീസ് ദൈരീനി റളിയല്ലാഹു അൻഹു വലിയ അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഇദാ മാത ദു ഇൽമിൻ വതഖ്വാ ഫഖദ് സലമത് ഫിൽ ഇസ്ലാമി സുൽമാൻ. ഒരു തഖ്വയും ഇൽമുള്ളതായിരിക്കുന്ന ഒരു പണ്ഡിതൻ മരിക്കുകയാണെങ്കിൽ അത് ദീനിൻ്റെ അകത്തൊരു പൊട്ടായിപ്പോയത് ആ മരണം. ബഹുമാനപ്പെട്ടവർ 5 ആൾക്കാരെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ. അവർ മരിച്ചാൽ കരയാൻ ഹാദിയ ഖംസത്തുൻ യുഖാ അലൈഹിം അവിടെ പറയുന്നുണ്ട്. 5 ആൾക്കാരെ പറഞ്ഞിട്ട് അവർ മരിച്ചെങ്കിൽ വിളി കൊടുക്കും അവിടെ കരയാൻ. കരയിൽ വലിയ ഇബാദത്തൊന്നും അല്ലെങ്കിൽ വലിയ പിന്നെ എന്താണ് ജായിസായ ഒരു കാര്യമാണ്. എങ്കിലും അത് കരയുണ്ടെങ്കിൽ ഇത് ഓർക്ക് ഈ 5 ആൾക്ക് വേണ്ടി കരയാമെന്ന് പറഞ്ഞാൽ അതൊന്നും പറയാൻ ഇവിടെ നേരെയില്ല. ഈ 5 ആൾക്കാരെ പറയാൻ വേണ്ടിയിട്ട് സമയമില്ല. അതിൽ ഒന്ന് നല്ലതായിരിക്കുന്ന തഖ്വയുള്ള ഇൽമുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാരുടെ മരണം. അത് വലിയ ദീനിലേക്ക് വരുന്ന ഒരു പൊട്ടാണ്. ആ പൊട്ടിനെ ഇവിടെ അതിനെ പരിഹരിക്കാൻ ഇവിടെ നമ്മൾക്കുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഇത് നമ്മളെ കാലത്തിലുള്ള വലിയ പണ്ഡിതന്മാരാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് വലുതായിരിക്കുന്ന മലകളോട് സമാനത്തായതായിരിക്കുന്ന വലുതായിരിക്കുന്ന ആലിമീങ്ങൾ പണ്ഡിതന്മാർ അവരെല്ലാം കഴിഞ്ഞു പോയി. അവർക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര കാലം അവർ മരിച്ചിട്ട് എത്ര കാലമായെങ്കിലും അവരുടെ പേര് മായുന്നില്ല. ഇവിടെ എത്രയോ ധനാഢ്യന്മാർ, എത്രയോ മുതലാളിമാർ, ഉമ്മറാക്കളെല്ലാം ജീവിച്ചിട്ടുണ്ട്, എത്രയോ രാജാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്. എത്ര അല്പസ്വല്പം എപ്പോഴും അവരുടെ ഓർമ്മ വരുമ്പോൾ ഒരു പറയുമെന്നല്ലാണ്ട് ഇവരെ തന്നെ നിരന്തരമായിട്ട് ഇവരെ പേരുകൾ എല്ലാ രാജ്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ പേരിൽ മറക്കുന്നതിന് വേണ്ടി കൊല്ലം
അവരെ പിന്നെ കാത്തുവെച്ച് അനുസ്മരണ പരിപാടി നടത്തിയിട്ട് എപ്പോഴും ഹയാത്തുള്ള പോലെ തന്നെ അവരെ വെച്ചുകൊള്ളുന്നു. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഗൗരവമായിട്ട് നമ്മളിത് മനസ്സിലാക്കും. ഈമാനുള്ളതായിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഒരു അവസ്ഥയാണ്. അവർ മരിച്ചുപോയെങ്കിലും അവർ ഹയാത്താണ്, മരണമല്ല. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട മഹാന്മാർ പറഞ്ഞതുപോലെ അത് അവർക്കുള്ള മൗത്ത്, അവർ മരിച്ചു എന്ന് പറയൽ വാസ്തവത്തിൻ്റെ അകത്ത് അവർ മരിച്ചെങ്കിലും അവരെ എല്ലാവരുടെ കൽബിൻ്റെ അകത്ത് അവർ ഹയാത്താണ്. എപ്പോഴും അവരെ ഓർമ്മിച്ചോളണം, അവരെ പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർ. അതാണ് അവരുടെ പ്രത്യേകത. എൻ്റെ സംസാരം ഞാൻ നീട്ടുന്നില്ല, കഴിഞ്ഞിട്ട് ഞാൻ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളിവിടെ ഈ ദുന്യാവിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ പടച്ചു വിട്ടത് ഇവിടെ വെറും ഈ ദുന്യാവിൻ്റെ സുഖജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന നമ്മളെ കൂടെ വെറുതെ ആയിട്ട് നമ്മളെ അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ, എൻ്റെ അടിമകളെ നിങ്ങൾ വിചാരിച്ചു പോകുന്നു നിങ്ങൾ വെറുതെ ആയിലായിട്ട് ഇങ്ങനെ പടച്ചു വിട്ടത് മൃഗങ്ങളെ പടച്ച പോലെ നിങ്ങളെല്ലാം പടച്ചു വിട്ടെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ നിങ്ങളെക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉദ്ദേശം, നിങ്ങളെക്കൊണ്ട് ഉദ്ദേശിച്ച ഉദ്ദേശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടാകണം ഖിയാമത്ത് നാളത്തോളം. അതാണ് ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഏർപ്പാടുകളും എല്ലാം അല്ലാഹു ചെയ്തു തന്നിട്ട് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചത് ഇതെല്ലാം അനുഭവിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മുടെ ജിന്ന് ഇൻസ് എന്നുള്ള രണ്ട് വർഗം അത് എനിക്ക് അതിൽ ഇബാദത്തെടുക്കുന്ന കൂട്ടർ ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല. അത് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു കൂട്ടരെ പഠിച്ചത്, ജിന്നിൽ ഇൻസിൽ നിന്നിട്ട്. പിന്നെ ഒരു കൂട്ടമുണ്ട് പിന്നെ ഇബാദത്ത് എടുക്കാത്ത കൂട്ടർ, അവരായിരിക്കും വേണ്ടി പടക്കപ്പെട്ടവരാണ്. അവർക്ക് രണ്ട് ഒരു കൂട്ടരും താമസിക്കാൻ വേണ്ടിയിട്ട് ഈ പടപ്പുകളെ പടക്കുന്നതിന് മുമ്പേ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നരകമെന്നുള്ള രണ്ട് വീടുകളെ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിരക്ക് നമ്മളെല്ലാം ഒരു യാത്രക്കാരാണ്. നമ്മളിവിടെ നിൽക്കുന്ന ആൾക്കാരല്ല. ഇതാ നമ്മളെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വേക്കൽ ഉസ്താദ് ഇപ്പോൾ 4 കൊല്ലത്തിന് മുമ്പ് നമ്മൾ പോയി വിടുന്നു. ഇതുപോലെ നമ്മളും ഇവരെ ബയ്യെന്ന് നമ്മളും എന്ന് മനസ്സിലാക്കിക്കോളും. അപ്പോൾ വലിയതായിരിക്കുന്ന നമ്മളെ സമ്പാദ്യം എടുത്ത് വെച്ചിട്ട് നമ്മളെ കൂടെ കിട്ടുന്നതായിരിക്കുന്ന നമ്മളെ കൂടെ വരുന്ന സമ്പാദ്യതാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച് വരുന്ന സ്വത്തിൽ നിന്നിട്ട് എന്തും നമ്മൾക്ക് അല്പം പോലും ഇതിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. അതേതാണ്? അതേത് ബഹുമാനപ്പെട്ട മഹാന്മാർ പറഞ്ഞതുപോലെ എന്ത് തസവ്വദ് ഖരീനം മിൻ ഫആലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബ്രി മാ കാന യഅമലു. നീ വേണ്ടുന്നത്ര ഈ ദുന്യാവിൻ്റെ അകത്ത് നിൻ്റെ ഹയാത്തിൻ്റെ അകത്ത് നീ വേണ്ടുന്നത്ര ആഖിറത്തിലേക്ക് വേണ്ടുന്നത്ര ഒരുക്ക സാധനങ്ങൾ നീ തയ്യാറാക്കി. നിൻ്റെ ഖരീനുൽ ഫതാ ഫിൽ ഖബ്രി, ഒരു മനുഷ്യനോടൊന്ന് മരിച്ചാൽ അവൻ്റെ കൂടെ ഉണ്ടാകുന്നതായിരിക്കുന്ന കരീൻ അവൻ്റെ മാ കാന യഅമലു, ദുന്യാവിൽ ചെയ്ത അമലുകളാണ് അവൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല സാരവത്തായ വഅദ് ഉപദേശമെല്ലാം നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ ഖബറിൻ്റെ അകത്ത് ആലിമീങ്ങൾ മരിച്ചെങ്കിൽ അവർക്കൊന്നും പേടിക്കാനില്ല. അവർക്കിപ്പോൾ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അവർക്ക് വലിയ അമാനത്തുള്ള കൂട്ടരാണ്. അവരൊന്നും പേടിക്കേണ്ടതില്ല. കാരണം അവർ വെറുതെ വന്നിട്ട് ഇവിടെ ജീവിച്ചിട്ട് സാധാരണക്കാരെ പോകുമ്പോൾ പോയതല്ല. വേണ്ടുന്നത്ര ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്ത് വേണ്ടുന്നത്ര പിന്നെ ശിഷ്യന്മാരെല്ലാം ഉണ്ടാക്കി പിന്നെ വേണ്ടുന്നതായിരിക്കുന്ന സമുദായത്തിന് എല്ലാം വേണ്ടുന്ന വിവരങ്ങൾ കൊടുത്ത് അവരെല്ലാം ഹിദായത്തിൻ്റെ വഴിക്ക് ക്ഷണിച്ചിട്ട് വലിയതായിരിക്കുന്ന സമ്പാദ്യം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. എന്നാൽ ഒരു ആലിമ മരിച്ചാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവനിക്കുള്ളതായിരിക്കുന്ന ഇൽമിനെ അവനക്ക് ഒരു രൂപമാക്കി കൊടുക്കും, നേരം പോക്കാക്കും വേണ്ടിയിട്ട് ഖിയാമത്ത് നാളത്തോ. അതേപോലെ തന്നെ സ്വാലിഹായതായിരിക്കുന്ന മനുഷ്യൻ
അവൻ ചെയ്തതായിരിക്കുന്ന അമലുകളെയും അവനക്ക് രൂപമാക്കി കൊടുക്കും. കരീനുൽ ഫത്താഫിൽ കബരി മാക്കാന യഅമലു. ഖബറിൻ്റെ അകത്ത് ഖിയാമത്ത് അവനക്ക് നേരം പോക്കാൻ വേണ്ടിയിട്ട് ഭാര്യ മക്കൾ കുടുംബങ്ങളൊന്നും അവിടേക്ക് എത്തുന്നില്ല. പിന്നെയോ അമൽ നല്ലതായിരിക്കുന്ന രൂപത്തിലുള്ള നല്ല ചേലും അന്തസ്സിലുള്ളതായിരിക്കുന്ന നല്ല അവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു രൂപമാക്കിയിട്ട് അള്ളാഹു ഖബറിൽ കൊടുക്കും. അവർ അത് കണ്ടുകൊണ്ട് എപ്പോഴും നോക്കിക്കൊണ്ടും സന്തോഷിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറഞ്ഞത്, തസവ്വദ് ഖരീനൻ മിൻ ഫആലിക ഇന്നമാ ഖരീനുൽ ഫത്താ ഫിൽ ഖബരി മാ കാന യഅമലൂൻ. നിന്റെ കൈനത്ര ഈ ദുന്യാവിൻ്റെ അകത്ത് നീ സമ്പാദിച്ചോ. എൻ്റെ കാരണം അത് നീ പോകുന്ന യാത്ര അത് മടക്കമില്ലാത്ത യാത്രയാണ്. അതുകൊണ്ട് ഇനി തിരിച്ചിട്ടിങ്ങോട്ട് വരുന്ന ഏർപ്പാടില്ല, പോയെങ്കിൽ അങ്ങോട്ട് തന്നെ പോകുന്നു. പറഞ്ഞ ബഹുമാനപ്പെട്ട മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് فقال لي يا بادر جدد السفينة فإن البحر عميق وخفف الحمل فإن العقبة طويل واحمل الزاد فإن السفر بعيد وأخلص الأمل فإن الناقد بصير. أوصاني خليلي رسول الله صلى الله عليه وسلم بأربع كلمات أحب إلي من الدنيا وما فيها. فقال لي يا أبا ذر جدد السفينة فإن البحر عميق وخفف الحمل فإن العقبة طويل പിന്നെ പറഞ്ഞ എന്താണ്, വാഖിലിസിൽ അമല ഫഇന്ന നാഖിദ ബസീർ വഹ്മിൽ ഇസ്സാദ ഫഇന്ന സഫറ ബഈദ് വാഖിലിസിൽ അമല ഫഇന്ന നാഖിദ ബസീർ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാര്യങ്ങളെ കൊണ്ട് എന്നോട് വസിയത്താക്കിയിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ ഹുന്ന അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫിഹാ. ആ 4 കാര്യങ്ങളെ കൊണ്ട് ഞാൻ അമൽ ചെയ്യൽ അത് ഇവിടെ ദുനിയാവിൽ കിട്ടുന്നതായ ദുനിയാവിൽ കിട്ടുന്ന എല്ലാത്തിനേക്കാളും എനിക്ക് ഖൈറാണെന്നാണ് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദൊക്കെ നമ്മൾക്ക് പറഞ്ഞ് വേണം പോലെ മനസ്സിലാക്കി തരും. എല്ലാവരും ഉസ്താദിൻ്റെ പ്രസംഗത്തിനാണ് ഇവിടെ കാത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമയങ്ങളിലും ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. എല്ലാവരും പ്രത്യേകമായി എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാരക്കണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ പിരിയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.